എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മുംബൈയിലെ മാങ്കഡെ സ്റ്റേഡിയം പല ഇതിഹാസ പോരാട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ 2026 T20 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന ഈ പോരാട്ടം വെറുമൊരു മത്സരമായിരുന്നില്ല. അത് വികാരങ്ങളുടെയും കണ്ണീരിന്റെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെയും ഒരു മഹാകാവ്യമായിരുന്നു. വാങ്കഡയുടെ മണ്ണിൽ സഞ്ജു സാംസൺ എന്ന മലയാളി താരം ഒരു വിരാട് അവതാരമായി മാറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ ശേഷം തന്റെ അവാർഡ് ഇംഗ്ലണ്ടിന്റെ 22 വയസ്സുകാരനായ യുവതാരം ജേക്കബ് ബെഥലിന് കൈമാറിക്കൊണ്ട് സഞ്ജു ലോകത്തിന്റെ ആകെ ഹൃദയം കവർന്നു. പരാജയത്തിന് പിന്നാലെ വാങ്കഡയുടെ മണ്ണിൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞ ജേക്കബ് ബെഥലിന്റെയും ആ തോൽവിയിലും അവനെ ചേർത്ത് പിടിച്ച സഞ്ജുവിന്റെയും കഥ ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെടും. റൺസിന്റെ ഹിമാലയൻ കൊടുമുടി തന്നെയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിന് മുന്നിൽ പടുത്തുയർത്തിയത്. 253 റൺസ് എന്ന അസാധ്യമായ ലക്ഷ്യം പിന്തുടരാനിറങ്ങിയ ഇംഗ്ലണ്ട് തുടക്കത്തിൽ തന്നെ പതറി. ജോസ് ബട്ട്ലറും ഫിൽ സോൾട്ടും ജോണി ബെയർസ്റ്റോയും പോലുള്ള വമ്പൻ സ്രാവുകൾ ഇന്ത്യൻ ബോളിംഗിന് മുന്നിൽ മുട്ടുമടക്കി കൂടാരം കയറിയപ്പോൾ വാങ്കഡെ വിജയാഘോഷത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴാണ് വിനാശകാരിയായ ഒരു കൊടുങ്കാറ്റ് ഇംഗ്ലീഷ് നിരയിൽ നിന്നും ആഞ്ഞടിച്ചത്. 22 വയസ്സുകാരനായ ജേക്കബ് ബെഥൽ എന്ന ഇന്ദ്രജാലക്കാരൻ ഇന്ത്യൻ ബോളർമാരെ നിലം തൊടിയിക്കാൻ പ്രഹരിച്ചു. വെറും 48 പന്തുകളിൽ നിന്ന് 105 റൺസ്. ആ ബാറ്റിൽ നിന്ന് അഗ്നിസ്ഫുലിംഗങ്ങൾ പുറപ്പെടുന്നത് പോലെയാണ് ആരാധകർക്ക് തോന്നിയത്. 8 ഫോറുകളും 7 ഗഗനചുംബികളായ സിക്സറുകളും പറത്തി ബെഥൽ വാങ്കഡയെ സ്തബ്ധമാക്കി. പന്ത് ഓരോ തവണയും സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിൽ തട്ടി പുറത്തേക്ക് തെറിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പോലും ഒരു നിമിഷം പകച്ചുപോയി. ഒറ്റയ്ക്ക് ഒരു രാജ്യം മുഴുവൻ ചുമലിലേറ്റി വിജയത്തിന്റെ പടിവാതിൽക്കൽ വരെ ആ ചെറുപ്പക്കാരൻ ഇംഗ്ലണ്ടിനെ എത്തിച്ചു. എന്നാൽ വിധി ഇന്ത്യയ്ക്ക് അനുകൂലമായിരുന്നു. ആവേശത്തിന്റെ കൊടുമുടിയിൽ മത്സരത്തിന്റെ അവസാന ഓവർ അരങ്ങേറി. അവസാന ഓവറിലെ ആദ്യ പന്തിൽ തന്നെ നാടകീയമായ ആ രംഗം അരങ്ങേറി. രണ്ടാമത്തെ റണ്ണിനായി ബെഥൽ ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ ബൗണ്ടറിയിൽ നിന്നും ഹാർദിക് ഒരു വിശന്ന ചീറ്റപ്പുലിയെപ്പോലെ കുതിച്ചെത്തി റോക്കറ്റ് വേഗത്തിൽ പന്തെറിഞ്ഞു. വിക്കറ്റിന് പിന്നിൽ ഇലക്ട്രിക് വേഗത്തിൽ സഞ്ജു സാംസൺ ബെയിലുകൾ തെറിപ്പിച്ചു. അമ്പയറുടെ വിരൽ ആകാശത്തേക്ക് ഉയർന്നപ്പോൾ ഇംഗ്ലണ്ടിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾ ചില്ലുകൊട്ടാരം പോലെ തകർന്നു വീണു. പരാജയത്തിന്റെ ആഘാതത്തിൽ ബെഥൽ പിച്ചിന് നടുവിൽ തളർന്നു വീണു. വാങ്കഡയുടെ മണ്ണിൽ മുഖമൊളിപ്പിച്ച് ആ 22കാരൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. അത്രമേൽ തകർന്നുപോയ ആ യുവാവിനെ നോക്കി വാങ്കഡെ ഒരു നിമിഷം നിശബ്ദമായി. പക്ഷേ യഥാർത്ഥ അത്ഭുതം സംഭവിക്കാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. 89 റൺസിന്റെ വെടിക്കെറ്റ് ഇന്നിംഗ്സ് കാഴ്ചവെച്ച സഞ്ജു സാംസണെ ഔദ്യോഗികമായി മാൻ ഓഫ് ദ മാച്ചായി പ്രഖ്യാപിച്ചു. പുരസ്കാരം ഏറ്റെടുക്കാൻ സ്റ്റേഡിയത്തിലെ ആയിരങ്ങളെയും ടിവിക്ക് മുന്നിലെ കോടിക്കണക്കിന് ആളുകളെയും സാക്ഷിയാക്കി വേദിയിലെത്തിയ സഞ്ജു മൈക്ക് കയ്യിലെടുത്തു. വിതുമ്പുന്ന കണ്ഠത്തോടെ സഞ്ജു പറഞ്ഞു, ഇന്ന് വിജയം ഞങ്ങളുടേതായിരിക്കാം, ഞങ്ങൾ ഫൈനലിൽ എത്തിയതുമാകാം. പക്ഷേ എന്റെ മനസാക്ഷി പറയുന്നത് ഈ അവാർഡിന് അർഹൻ ഞാനല്ല, ജേക്കബ് ബെഥലാണ്. 254 റൺസിന്റെ സമ്മർദ്ദത്തിൽ വമ്പൻ താരങ്ങൾ പോലും വിറയ്ക്കുന്നിടത്ത് ആ ചെറുപ്പക്കാരൻ കാണിച്ച ധൈര്യം അത്ഭുതകരമാണ്. ഒരു യോദ്ധാവിനെ ആദരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കായിക വിനോദം. വാക്കുകൾ മുറിച്ചുകൊണ്ട് സഞ്ജു തന്റെ പുരസ്കാരം ബെഥലിന് കൈമാറി. ആ നിമിഷം വാങ്കഡെ സ്റ്റേഡിയം ഇളകിമറിഞ്ഞു. ആയിരക്കണക്കിന് കാണികൾ എഴുന്നേറ്റ് നിന്ന് സഞ്ജുവിനും ബെഥലിനും വേണ്ടി കൈയടിച്ചു. പുരസ്കാരം ഏറ്റെടുക്കുമ്പോൾ ബെഥലിന്റെ കണ്ണുകളിൽ നിന്ന് കൃതജ്ഞതയുടെ അശ്രുക്കൾ ഒഴുകി. തന്റെ പരാജയത്തിന്റെ വേദന ഒരു നിമിഷം കൊണ്ട് ആ മലയാളി താരം മായ്ച്ചുകളഞ്ഞു. സഞ്ജുവിന്റെ ഈ നിസ്വാർത്ഥമായ പ്രവൃത്തി ഇന്ത്യൻ ക്രിക്കറ്റിലെ സംസ്കാരത്തിന്റെയും വിനയത്തിന്റെയും അടയാളമായി മാറി. സഞ്ജു സാംസൺ കാണിച്ച ഈ മഹാമനസ്കത ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ സ്പോർട്സ്മാൻ സ്പിരിറ്റായി വാഴ്ത്തപ്പെടും. എന്നാൽ പുരസ്കാരം നെഞ്ചോട് ചേർത്ത് ബെഥൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, സത്യം പറഞ്ഞാൽ ഈ പരാജയത്തിൽ ഞാൻ പൂർണ്ണമായും തകർന്നുപോയിരുന്നു. എന്റെ ടീമിനെ വിജയത്തിന്റെ തൊട്ടടുത്തെത്തിച്ചിട്ടും ആ കടമ്പ കടത്താൻ കഴിയാത്തതിന്റെ കുറ്റബോധം എന്നെ വേട്ടയാടുകയായിരുന്നു. വാങ്കഡയുടെ മണ്ണിൽ കിടന്ന് ഞാൻ കരഞ്ഞത് തോൽവി സമ്മതിച്ചല്ല, മറിച്ച് എന്റെ രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ എന്റേതല്ലാത്ത കാരണത്താൽ മണ്ണിൽ വീണതുകൊണ്ടാണ്. ഇംഗ്ലണ്ടിനെ ഫൈനലിൽ എത്തിക്കാൻ ഞാൻ എന്റെ സർവ്വവും സമർപ്പിച്ചു. പക്ഷേ ഇന്ത്യയുടെ ആ മാരകമായ ബോളിംഗ് പ്രകടനവും ജസ്പ്രീത് ബുംറയുടെയും ഹാർദിക്കിന്റെയും കൃത്യതയാർന്ന സ്പെല്ലുകളും സൂര്യകുമാർ യാദവിന്റെ തന്ത്രങ്ങളും ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു. എന്നാൽ ഈ മത്സരം എന്നും ഓർമ്മിക്കപ്പെടുക സഞ്ജുവിന്റെ ആ വലിയ മനസ്സിലൂടെയായിരിക്കും. എന്തായാലും ഇനി ലോകം കാത്തിരിക്കുന്നത് ആ മഹാപോരാട്ടത്തിനാണ്. T20 ലോകകപ്പിന്റെ കലാശപ്പോരിൽ ഇന്ത്യ ഇനി നേരിടുന്നത് കരുത്തരായ ന്യൂസിലൻഡിനെയാണ്. കഴിഞ്ഞ തവണത്തെ കണക്കുകൾ തീർക്കാനും ലോകകിരീടം ഇന്ത്യയിലേക്ക് എത്തിക്കാനും സൂര്യകുമാർ സംഘവും സർവ്വസജ്ജരാണ്. സഞ്ജുവിന്റെ ഈ ഫോമും ടീമിന്റെ ആത്മവിശ്വാസവും കാണുമ്പോൾ ഉറപ്പിക്കാം ഇത്തവണ ലോകകപ്പ് ഇന്ത്യക്ക് തന്നെ. ന്യൂസിലൻഡിനെ ഫൈനലിൽ തകർത്ത് ഇന്ത്യ ലോക ചാമ്പ്യന്മാരാകുന്നത് കാണാൻ കാത്തിരിക്കാം. ഇനി ചോദ്യം നിങ്ങളോടാണ്.
സഞ്ജു സാംസൺ ചെയ്ത ഈ പ്രവൃത്തി ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മാതൃകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജേക്കബ് ബെഥൽ വരും കാലത്തെ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ റെസ്പെക്ട് ഫോർ സഞ്ജു എന്നും ഫ്യൂച്ചർ സ്റ്റാർ ബെഥൽ എന്നും രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.